സൂരജ്, എന്താടാ ഇത്? എന്താ നിന്റെ ഈ കോലം? ജിതൻ ചോദിച്ചപ്പോൾ ഉമ്മറത്തുണ്ടായിരുന്ന എല്ലാവരും ഒരേപോലെ വാതിലേക്ക് തിരിഞ്ഞു നോക്കി. സൂരജിന്റെ കഴുത്തിൽ തുളസിമാലയുണ്ട്. അവന്റെ തൊട്ടരികിൽ അണിഞ്ഞൊരുങ്ങി അവന്റെ ഭാര്യ അവൾ നിൽക്കുന്നുണ്ട്. കണ്ട് എല്ലാവരും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. എന്നാൽ ആകാശിന് മാത്രം അവൾ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അവൻ അവിടെയുള്ളവരെല്ലാം മാറി മാറി നിന്ന് നോക്കുന്നുണ്ട്. ചേച്ചി, എന്താ ചേച്ചി ചെയ്തത്? അപ്പോഴാണ് ആകാശ് നടുത്തളത്തിലേക്ക് നോക്കിയത്. ചേച്ചിക്ക് ഇയാളെയാണ് ഇഷ്ടമെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നില്ലേ? ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചേച്ചി ചെയ്തത്? നിത്യയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അവിടെ വധുവായി നിൽക്കുന്നത് തനിക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയാണെന്ന് ആകാശിന് മനസ്സിലായത് തന്നെ. തന്റെ അനിയനായ സൂരജിന്റെ മേൽ ആകാശിന് കടുത്ത ദേഷ്യം ഇരച്ചു കയറി. നീ എന്താടേ കാണിച്ചു വെച്ചിരിക്കുന്ന? ഞാൻ കെട്ടാൻ പോയ പെൺകുട്ടിയാണോ നീ കല്യാണം കഴിച്ചത്? നിനക്ക് ഇവളെ ഇഷ്ടമായിരുന്നെങ്കിൽ അമ്മയോടൊന്ന് പറയാമായിരുന്നില്ലടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് ആകാശ് മുന്നോട്ടാഞ്ഞു. സൂരജിന്റെ കയത്തിലുണ്ടായിരുന്ന തുളസിമാല അവൻ രണ്ടു കൈകൾ കൊണ്ട് വലിച്ച് പൊട്ടിച്ചെറിഞ്ഞു. സൂരജ് ഒന്നും സംസാരിക്കാതെ കുറ്റബോധത്തോടെ തലയും താഴ്ത്തി നിന്നു. എന്താടാ നിനക്ക് മിണ്ടാട്ടമില്ലാത്തത്? അവൻ ചോദിക്കുന്നതിന് മറുപടി പറയടാ നീ ആദ്യം. ചിത ദേഷ്യത്തോടെ സൂരജിന് നേരെ നോക്കി അലറി. എൻ്റെ രണ്ട് ആൺമക്കളെയും നല്ല അച്ചടക്കത്തോടെ ഞാൻ വളർത്തി എന്നോർത്ത് അപമാനിച്ചിരുന്ന ഒരച്ഛനാണ് ഞാൻ. എന്നാൽ സ്വന്തം ഏട്ടന് നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ നീ കൂട്ടുകൊണ്ടുപോയി കല്യാണം കഴിച്ചിരിക്കുന്നു. ഇതിനൊക്കെ അർത്ഥം എന്താണ്? നാണമില്ലല്ലോടാ നിനക്ക്? അവൾ നിനക്ക് ഏട്ടത്തിയമ്മയ്ക്ക് തുല്യമല്ലേടാ. എങ്ങനെയാടാ നീ അവളെ ആ കണ്ണോടെ നോക്കിയത്? കോപം സഹിക്കാനാവാതെ മീനാക്ഷിയമ്മയും അവനോട് ചോദിച്ചു. ദേഷ്യമൂത്ത് അവർ അവൻ്റെ രണ്ട് കവിളിലും മാറി മാറി അടിച്ചു. അതുവരെ ഒന്നും മിണ്ടാതിരുന്നിരുന്ന ശരണ്യക്ക് അത് കണ്ട് നിൽക്കാനായില്ല. അവൾ അതിലേക്ക് ഇടപെട്ടു. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളെല്ലാവരും? ഇപ്പോൾ എന്ത് കാര്യത്തിനാ നിങ്ങളെല്ലാവരും കൂടി അവനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ക്രൂശിക്കുന്നതും? അവൾ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചപ്പോഴാണ് മീനാക്ഷമ്മ സൂരജിനെ അടിക്കുന്നത് തന്നെ നിർത്തിയതും. അപ്പോഴേക്കും ദേഷ്യം കൊണ്ടും അടി കൊണ്ടും ചുവന്നു തൊടുത്തിരുന്ന അവൻ്റെ കവിളുകൾ അമ്മയുടെ കൈപ്പത്തി പതിഞ്ഞ പാടുകൾ കൂടുതൽ തെളിഞ്ഞു വന്നിരുന്നു. എന്താടി നീ പറഞ്ഞത്? എൻ്റെ അമ്മയോട് നേരെ ശബ്ദമുയർത്തി സംസാരിക്കുന്നോ നീ? ആകാശ് ദേഷ്യപ്പെട്ട് അവളെ അടിക്കാനായി കൈയൊങ്ങി മുന്നോട്ടേക്ക് വന്നു. അവൻ്റെ ദേഷ്യം കണ്ട് പേടിച്ച നിത്യ അവനെ തടയാനായി ശ്രമിച്ചു. അയ്യോ വേണ്ട, നിങ്ങളൊന്ന് മാറി നിൽക്ക്. അവർ കാര്യം പറയട്ടെ. നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ചാടിക്കളിക്കുന്നത് എന്തിനാ? ചേച്ചി, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ അനിയത്തി ഇങ്ങനെ ആയിരിക്കുക? എന്തൊരു കുടുംബമാണോ ഇവരുടേത്? ആകാശ് അവരെ പരിഹസിച്ചു. ആദ്യം ഇവൾ എൻ്റെ അനിയനെ കൂട്ടി ഒളിച്ചോടി. നിന്റെ അനിയത്തിക്ക് വേറെ വഴിയില്ലാതെ എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. രണ്ടു പെണ്ണുങ്ങളും പണക്കാരുടെ വീട്ടിലെ സൗകര്യത്തിൽ ജീവിക്കാൻ വിടാമെന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്നതാണോടി ഇതെല്ലാം? ആകാശ് തൻ്റെ കോപത്താൽ മറ്റുള്ളവരെ മൗനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആകാശ് കയർത്ത് സംസാരിച്ചു. നിങ്ങൾ അനാവശ്യം പറയരുത്. വന്നത് മുതൽ ഞാൻ കാണുന്നതാണ് എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ അനാവശ്യമായി ഓരോന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഞാനും സൂരജും കഴിഞ്ഞ 2 വർഷമായി പ്രണയത്തിലാണ്. എന്നാൽ പെണ്ണ് ചോദിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ സൂരജിന് വേണ്ടിയാണ് ഈ വിവാഹം ആലോചിക്കുന്നത് എന്നാണ്. ശരണ്യ ആകാശിനോട് തുറന്നു പറഞ്ഞു. അവൾ വീണ്ടും തുടർന്നു. സൂരജിനെ എത്രയോ തവണ ഞാൻ ഫോൺ വിളിച്ചതാ. അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് തൻ്റെ ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കാതെ ഇരിക്കുകയായിരുന്നു എന്നും നിന്നെ കണ്ടതിന് ശേഷമാണ് ഏട്ടന് വിവാഹം കഴിക്കാൻ തോന്നിയതെന്നും പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പെൺകുട്ടി ഞാനാണെന്ന്. ഇതൊന്നും അറിയാതെയാണ് എൻ്റെ വീട്ടുകാരും എന്നെയും സൂരജിൻ്റെ വിവാഹത്തിന് നിർബന്ധിച്ച് കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നീ എന്നെ മറന്ന് എൻ്റെ ഏട്ടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്നോട് ഇതുവരെ ഒരു ദ്രോഹവും എനിക്ക് ചെയ്തിട്ടില്ല. എന്നെ അവൻ തെറ്റായ രീതിയിൽ ആഗ്രഹിച്ചിട്ടുമില്ല. സ്വന്തം ഏട്ടിനു വേണ്ടി താൻ പ്രണയിച്ച പെൺകുട്ടിയെ വിട്ടുകൊടുക്കാനും അവൻ തയ്യാറായിരുന്നു. പക്ഷെ അവൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു. രാവിലെ വരെ ഞാൻ നോക്കി നിന്നു. അവൻ എൻ്റെ വാക്ക് കേട്ടില്ല. അതുകൊണ്ടാണ് സൂരജിനെ കാണാതെ ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. അവൻ എത്ര വിളിച്ചിട്ടും ഞാൻ ഫോൺ എടുത്തതുമില്ല. അവൻ എന്നോട് പറഞ്ഞത് നിന്റെ കഴുത്തിലായിട്ട് താലി ചാർത്തുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല എന്ന്. അതുകൊണ്ടാ ഞാൻ മീറ്റിങ്ങിന് പോകുന്നു എന്ന് അമ്മയോട് നുണ പറഞ്ഞ്. എനിക്ക് ആ കല്യാണം കാണാൻ കഴിയില്ല. ദയവായി പ്രശ്നമുണ്ടാക്കാതെ നീ ഈ കല്യാണത്തിന്
സമ്മതിക്കണമെന്നും പറഞ്ഞ് അവൻ എന്നോട് കെഞ്ചി. ഞാനാ അവനെ നിർബന്ധിച്ച് പറഞ്ഞത്. എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന്. പ്ലീസ് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. നീ എന്തൊക്കെയാടി ഈ പറയുന്നേ? ഏ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ സൂരജിന് വേണ്ടിയാണ് നിന്നെ ആലോചിക്കുന്നത് എന്നാണ് നീ ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ നിശ്ചയം എപ്പോഴാണ് ഞാൻ നടത്തിയേ? ഏ കല്യാണം ആരുടെ പേരിലാടി നിശ്ചയിച്ചത്? മീനാക്ഷി ശരണ്യയോടായി ചോദിച്ചു. നിനക്ക് ഞാൻ പൂവ് തരുമ്പോഴും ഞാൻ ചോദിച്ചതല്ലേ മോളെ എൻ്റെ മകന് ഇഷ്ടമാണോ എന്ന്? നിനക്ക് ഞാൻ ഫോട്ടോയും കാണിച്ചു തന്നതല്ലേ? അപ്പോഴും ഇഷ്ടമാണെന്ന് തന്നെയല്ലേ നീ പറഞ്ഞത്? എന്തുകൊണ്ടാ നീ സൂരജിനെ പ്രണയിക്കുന്നത് എന്ന് എന്നോട് പറയാഞ്ഞത്? അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ പ്രശ്നമാകുമായിരുന്നില്ലല്ലോ. നല്ലൊരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് മരുമകളായി വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അവസാനം നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞു. എൻ്റെ മൂത്ത മകൻ ആകാശ് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നവനാണ്. അവനെ നിർബന്ധിച്ചാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് തന്നെ. ഇന്ന് നീ ചെയ്ത തെറ്റ് കാരണം നിന്റെ അനിയത്തിയുടെ ജീവിതം കൂടിയാ നീ നശിപ്പിച്ചത്. അന്ന് തന്നെ നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നില്ലേ? എൻ്റെ മൂത്ത മകന് വേണ്ടി ഞാൻ മറ്റൊരു പെൺകുട്ടിയെ ആലോചിച്ചേനെ. അവൻ്റെ വിവാഹം കഴിഞ്ഞോടെ തീർച്ചയായും നിന്നെയും സൂരജിനെയും ഞങ്ങൾ കല്യാണം നടത്തി തരുമായിരുന്നു. കാരണം എൻ്റെ രണ്ട് മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട് സൂരജ് വീണ്ടും തല താഴ്ത്തി നിന്നു. നിന്റെ അനിയത്തി പഠിക്കുന്ന പെൺകുട്ടിയാ. അവൾ ചെറിയൊരു കുട്ടിയും കൂടിയാ. പക്ഷേ ഞങ്ങളുടെ മാനം പോകരുത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനവും പോകരുത് എന്ന് കരുതിയ നിന്റെ അച്ഛനും അമ്മയും അവളെ വിവാഹപന്തലിൽ വെച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ആകാശിന് അവരോടൊപ്പം കടുത്ത ദേഷ്യവുമായി. നീ ചെയ്ത തെറ്റ് നിന്റെ അനിയത്തിയുടെ ജീവിതത്തെയും എൻ്റെ മകൻ്റെ ജീവിതത്തെയും ഒരുപോലെ ബാധിച്ചു. നിന്നെ എൻ്റെ മരുമകളായി തിരഞ്ഞെടുത്തതോർത്ത് ഇപ്പോൾ ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ നല്ലവരാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വഭാവം ഇതാണെന്ന് തോന്നുന്നു. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കാതെയാണോ നിങ്ങൾ വന്ന് പെണ്ണ് ചോദിച്ചത് തന്നെ? ഞങ്ങൾ അങ്ങനെയുള്ളവരൊന്നുമല്ല അമ്മേ. നോക്കമ്മേ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ അച്ചടക്കമില്ലാത്ത പെൺകുട്ടികളല്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ തെറ്റായ രീതിയിലല്ല ഇതുവരെ വളർത്തി വലുതാക്കിയതും. നിത്യ അതിൽ ഇടപെട്ട് സംസാരിച്ചു. എൻ്റെ ചേച്ചി പേടികൊണ്ടാണ് നിങ്ങളോട് സത്യം പറയാൻ മടിച്ചു പോയത്. അതിനർത്ഥം അവൾ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. വേറെ ആരെയോ പ്രണയിച്ച് ഓടിപ്പോയി എന്ന രീതിയിൽ നിങ്ങളുടെ മകൻ സംസാരിച്ചപ്പോഴും ഞാൻ മിണ്ടാതെയിരുന്നു. ഞങ്ങളുടെ അമ്മയെയും അച്ഛനെയും എല്ലാം ചേർത്ത് എൻ്റെ ചേച്ചിയെ ഒറ്റപ്പെടുത്തുകയാണ് നിങ്ങളി സംസാരിക്കുന്നത്. അവർ പറഞ്ഞു തീരും മുൻപ് തന്നെ അടുത്ത നിമിഷം നിത്യയുടെ കവളിൽ ആകാശിന്റെ കൈകൾ പതിഞ്ഞു. ശക്തിയാ അടിയിൽ അവൾ ഉടനെ തന്നെ ബോധരഹിതയായി താഴേക്ക് വീണു. നീ എന്താടേ കാണിച്ചത് ആകാശ്? ജിതൻ വേഗത്തിൽ വന്ന് നിത്യയുടെ അരികിലേക്ക് ഓടിയെത്തി. മോളെ നിത്യ എന്ന് നിലവിളിച്ച് താഴെ വീണ തൻ്റെ അനിയത്തിയെ ശരണിയും താങ്ങി പിടിച്ചു. അതുവരെ മിണ്ടാതിരുന്ന സൂരജ് അപ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ചേട്ടൻ എന്തായി ചെയ്തേ? അവൾ ചെറിയൊരു പെൺകുട്ടിയാ. അവളുടെ മേലാണോ ഏട്ടൻ കൈവച്ചത് തന്നെ? അവൻ പരിഭ്രാന്തിയോടെ ചോദിച്ചുകൊണ്ട് നിത്യയുടെ മുഖത്ത് കവളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. അവളെ എത്ര തവണ തട്ടി വിളിച്ചിട്ടും അവൾ കണ്ണു തുറക്കുന്നില്ല. എടാ ആകാശ്, അവൾ ചെറിയ പെണ്ണാടാ. അവളുടെ പോയി ഇത്രയും മൃഗീയമായി പെരുമാറിയല്ലോ നീ. ഇങ്ങോട്ട് നോക്ക്, അവൾ ബോധം കെട്ട് കിടക്കുന്നു. വേഗം മോളെ എടുത്ത് നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം, മീനാക്ഷിയമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ചെറിയൊരു അടക്കാക്കുരുവിയെ പോലെയാണ് അവൾ. പക്ഷെ നമ്മളെ എതിർത്ത് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. അത് നിങ്ങൾ നോക്കി നിൽക്കുന്നു. എന്താ നിങ്ങളുടെ മകൻ തനിയെ കല്യാണം കഴിച്ചതാണോ? അപ്പോൾ ഇവൾക്കൊന്ന് അടങ്ങിയിരുന്ന് സംസാരിച്ചൂടെ? വന്ന ആദ്യ ദിവസം തന്നെ അവളുടെ സംസാരം കണ്ടില്ലേ? അവളെ തല്ലിയതിനാണോ ഇപ്പോൾ എന്നോടെല്ലാവരും ദേഷ്യപ്പെടുന്നേ? ആദ്യം ഈ അടക്കാക്കുരുവിയെ ഇവിടുന്ന് മാറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ എന്ന് രോഷത്തോടെ പറഞ്ഞ് ആകാശ് തൻ്റെ മുണ്ടിൻ്റെ ഒരറ്റ് മടക്കി കുത്തി വേഗത്തിൽ അകത്തേക്ക് പോയി. സൂരജ് നിത്യയെ കൈകളിലെടുത്ത് കാറിലേക്ക് കിടത്തി. ലക്ഷ്മിയും ജിതനും വേഗത്തിൽ കാറിൽ കയറി. സൂരജ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു, ഷേണ തൊട്ടടുത്ത സീറ്റിലും. അവർ വണ്ടി വേഗത്തിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു. അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ദേഷ്യമടങ്ങാതെ ആകാശ് കൊച്ചിയിലേക്കും പുറപ്പെട്ടു.